എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ആദ്യം തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റൊക്കെ ചെയ്യാം. കുറേ നാളായി നമ്മൾ ഓണം, അങ്ങനെ കുറേ നാളായി, ഇപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഓണമൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു എമുലേറ്ററിനെ കുറിച്ചിട്ട് പറയാൻ പോവുകയാണ്. PS2 ISO എമുലേറ്റർ. നിങ്ങൾ ISO എന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മളെ iOS മൊബൈലല്ല. നമ്മൾ ആരായാലും തെറ്റിദ്ധരിച്ചോ അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഐഫോണിൽ മാത്രമേ കളിക്കാൻ പറ്റും, അതേപോലെ തന്നെ ISO മൊബൈൽസ് ആൻഡ്രോയിഡ് ഫോൺസിൽ ഇനി ഇല്ലേ, അങ്ങനെ കളിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും പേടിക്കേണ്ട. ഇത് നമ്മൾ IOSവും ആൻഡ്രോയിഡ് ഫോൺസും അതേപോലെ തന്നെ എല്ലാ ഫോൺസിലും അവൈലബിൾ ആണ്. മീൻസ് ഞാൻ പറഞ്ഞ ടച്ച് ഫോണാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഓക്കെ, അപ്പം എല്ലാ ഫോൺസിലും ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതിന് നമ്മൾ ഈ എമുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഗെയിം ഡൗൺലോഡ് ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എമുലേറ്ററിൽ നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു ആപ്പ് ഉണ്ട്. ഞാൻ അതിനെ പേര് പിന്നീട് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഫുൾ വീഡിയോ എന്തായാലും കാണാം. ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അപ്പോൾ എന്ന് പറയുന്ന കുറേ നേരമായി പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും ബോറടിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഓണാശംസകൾ. ഇനി ഞാൻ അപ്പം പറയുമല്ലോ. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്, അതായത് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫീഡിലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ഇടുക. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ കുറേ റെട്രോ ഗെയിമിങ് കണ്ടൻറ്റുകൾ ഇന്നും വരാനുണ്ട്. ഇങ്ങനെ കുറേ ദിവസങ്ങളായി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തൊക്കെ വേണമെങ്കിൽ, അതൊക്കെ നിങ്ങളെയും കറക്റ്റ് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് ഇനിയും കുറേ കണ്ടൻറ്റുകൾ എത്തിക്കാൻ പറ്റും. അപ്പം നമ്മളെ പോയിന്റ് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ എമുലേറ്റർ എന്താണെന്ന് വിശദമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിടാം. എന്താണെന്ന് പറഞ്ഞാൽ, ഈ എമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ PlayStation 2 പണ്ട് കാലങ്ങൾക്കൊക്കെ 2008 2010 ആ കാലങ്ങളിലൊക്കെ നല്ല ഹിറ്റായ കൺസോളായിരുന്നു. നമ്മളെ കുറേ ഈ സോണീൻ്റെ തന്നെ കുറേ വിറ്റുപോയ കൺസോളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് PlayStation 2. PlayStation 1ഉം 3 പോലും 4 പോലും ഇത്രയും വിറ്റ് പോയിട്ടില്ല. അത്രയും നമ്മളെ വാല്യൂ ഉണ്ട് PlayStation 2 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പലതരം പാച്ചുകൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ GTA 6 വൈസ് സിറ്റി വേർഷൻ GTA 6 അവൈലബിൾ ആണ്. അതേപോലെ തന്നെ GTA 5 ലെഗസി, GTA സാൻ ആൻഡ്രിയാസ് വേർഷൻ അവൈലബിൾ ആണ്. അങ്ങനെ കുറേ പാച്ചുകൾ ഈ ഫുട്ബോൾ 2026 പാച്ച് ഏതോ PS വേർഷനിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫിഫൻ്റെയിലും പെസ്സിൻ്റെ 2025 വേർഷൻ അവൈലബിൾ ആണ്. പെസ് 2025 എല്ലാ ഗെയിമും അതിൻ്റെ പാച്ചും ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പാറ്റബിലിറ്റി നോക്കുമ്പോൾ കുറേ ഫോണുകളിലും വർക്ക് ചെയ്യുന്നതാണ്. ഇതിന് ജസ്റ്റ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് AI-നോട് ചോദിച്ചാൽ നമുക്ക് സെറ്റാക്കി തരുന്നതായിരിക്കും ആ സെറ്റിങ്സൊക്കെ. വേറൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എമുലേറ്റർ തന്നെയാണ് ഇത്. ഈ എമുലേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് MB ആണ്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ പോയിട്ട് ഇങ്ങനെ പേര് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇത് ഞാൻ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പം പറഞ്ഞ് നിങ്ങളെ ബോറാക്കുന്നൊന്നുമില്ല. ഇതാണ് എമുലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ എമുലേറ്റർ ഓപ്പൺ ചെയ്താൽ എന്താണ് ഇൻ്റർഫേസ് അങ്ങനെയൊക്കെ കാണിച്ചു തരാം. ഇത് നോക്കിക്കോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും, PS2 PSP എന്ന് പറഞ്ഞാൽ റെട്രോ ഗെയിമിംഗ്. PS1 ഗെയിമുകളൊക്കെ. PS2 എന്ന് പറയുമ്പം നമ്മുടെ PlayStation 2 ഗെയിമുകൾ സിസ്റ്റം റെഡി ചെയ്യുന്ന അത് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. അവർ PlayStation 2 എല്ലാ ഗെയിമുകളും അതിൻ്റെ സെറ്റിങ്സൊക്കെ സെറ്റാക്കി വെച്ചേക്കുക. ഇതിൽ പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഡിൻ്റെ കാര്യമുള്ളൂ. ആഡ് ഇങ്ങനെ ഇടയ്ക്ക് വരും, വേറെ ഒന്നും കുഴപ്പമില്ല. കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഈ ഫുട്ബോൾ പെസ് 2026 ഇട്ടോ, അതുപോലെ തന്നെ PES 2017, അതുപോലെ തന്നെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 4, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 6 അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. എന്നാലും നമ്മൾ PlayStation 2 അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനത്തെ വരാൻ പോകുന്ന ഗെയിമുകളെല്ലാം അവൈലബിൾ ആകും. പിന്നെ ഇതിൻ്റെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലൂടെ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുന്ന അറബിക് വേർഷൻ ഉണ്ട് 26ൻ്റെ ഈ ഫുട്ബോൾ. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഞാൻ ഗെയിം കളിക്കുന്ന വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഷോർട്ട് വീഡിയോ ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് അങ്ങനെ ആയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലിടുമ്പം അത് നമ്മൾ കുറേ ലോഡ് ചെയ്യാനും അങ്ങനത്തെ കുറേ ഞാൻ ഇതുവരെ ഇതിൽ കളിച്ചിട്ടില്ല. ഞാൻ മുമ്പ് കളിച്ചിട്ടാണ് ഒരു 2 മാസം. പിന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചപ്പം അങ്ങനെ ഇട്ടാണ്. ഓക്കെ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പറ്റുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഇടാം. ഇതെന്ന് പറഞ്ഞാൽ വല്ല ഹൈലൈറ്റ് ഒന്നുമില്ല. നമ്മളെ
PS 2021 ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ആ വീഡിയോ ഒന്ന് ലിങ്ക് ആയിട്ട് ഇടാം, ഫുൾ വീഡിയോ ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ പ്രോസസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ലിങ്കും അതിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ അറ്റാച്ച് ചെയ്യും. വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ മതി. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഗെയിം എങ്ങനെയാണ് ഇതിനുള്ളിൽ സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മളെ എമുലേറ്റർ. ഇത് ഓരോ ദിവസം ഇങ്ങനെ ഡിഫറെൻറ്റ് ആപ്പുകൾ കാണിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ അങ്ങനെ കാണിക്കാണ്ടിരിക്കാനാണ് നമ്മളൊരു ആപ്പ് പറഞ്ഞത്. ആ ആപ്പ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ ആപ്പ് ഇതാണ്, നെതർ SX2. ഇതെന്ന് പറഞ്ഞാൽ ഒരു PPSSP പോലെ ആപ്പാണ്. പക്ഷേ PPSSPയിൽ ഇതൊരിക്കലും വർക്കാവില്ല, നിങ്ങൾ അത് വിചാരിച്ചിട്ട് നോക്കണ്ട. PPSSPയിൽ ഈ ആപ്പിലെ ഗെയിം PS2 എമുലേറ്ററിലെ ഗെയിമുകളൊന്നും വർക്കാവില്ല. അതിന് നിങ്ങൾ വേറെ സെപ്പറേറ്റ് ചിപ്പ് ഫയൽ അങ്ങനത്തെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണം, എന്നാലും മാത്രമേ വർക്കാവും. ഇതിൽ ജസ്റ്റ് 2 ഫയലുണ്ട്, ഒന്ന് ഗെയിമിൻ്റെ മെയിൻ ഫയലും ബയോസ്, അത് രണ്ടും വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഗെയിമിൻ്റെ ഇതിൽ പോകും. അപ്പോൾ PS2 ഇത് 3 ഗെയിമിന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫുട്ബോൾ 2026 എടുത്തു, ഇത് കണ്ടോ, അതിന് മെയിൻ ഫയൽ എടുത്തു. ചില ഗെയിമിന് ബയോസ് ഫയൽ ഉണ്ടാവില്ല, മെയിൻ ഫയൽ മാത്രമേ ഉണ്ടാവും. പക്ഷേ ഇതിൽ മറ്റേ ഈ ഫുട്ബോൾ സിറ്റോ വെർഷനിൽ എനിക്ക് തോന്നുന്നു അതിൽ ബയോസ് ഫയലും കൂടി ഉണ്ട്. കണ്ടോ, ഗെയിമിൽ ഓടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ മൊബൈൽ കുത്തനെ ഈ കൺട്രോൾ കുത്തനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുത്തനെ പിടിച്ചുകൊണ്ടാണ്. അത് നമുക്ക് നമ്മളെ മൊബൈൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളെ മൊബൈലിൽ തന്നെ ടിൽറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്തിട്ട് ഓട്ടോ റൊട്ടേറ്റ്, അങ്ങനെ അതിനെ പേര് പറയാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ഓട്ടോമാറ്റിക് ഞാൻ ഓട്ടോ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് ഇത് നമ്മൾ ഓട്ടോമാറ്റിക് തിരിയും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോ റൊട്ടേറ്റ്. എൻ്റെ ഫോൺ എൻ്റെ Huawei P30 ലൈറ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോ റൊട്ടേറ്റ് ഓപ്ഷൻ വന്നത്. ഇത് നമ്മളെ ശരിക്കും കൺട്രോൾസിലെ പോലെ PPSSPയിൽ അതേപോലെ തന്നെയാണ്. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെ PPSSP പോലെയല്ല. ഇതിലെന്ന് പറഞ്ഞാൽ PS2 ഗെയിംസ് റണ്ണാവും, PSP അങ്ങനത്തെ മനസ്സിലായോ പാച്ച്. നമ്മൾ PPSSPയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതാ ബെറ്റർ വേർഷനായിട്ട് തോന്നിയത്. അപ്പോൾ ഇത്രയുള്ള മറ്റൊരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾ എന്തെങ്കിലും പുതിയ വീഡിയോ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചാലഞ്ച് ചെയ്യണമെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ഓണ ആശംസകൾ എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓണമൊക്കെ അടിച്ചു പൊളിക്കുക, ഇക്കാലങ്ങളൊക്കെ അടിച്ചു പൊളിക്കാം. അപ്പോൾ ശരി, ബൈ ബൈ, ഹാപ്പി ഓണം.